നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പിണറായി വിജയൻ ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങി. അങ്ങനെ വൈസ് ചാൻസലർ നിയമനത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ ഇരുവരുമെത്തി. അതല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് പിണറായിക്ക് ബോധ്യമായിരുന്നു. ഒത്തുതീർപ്പ് സുപ്രീം കോടതി കൂടി അംഗീകരിച്ചാൽ കാര്യങ്ങൾ ഏറെക്കുറെ പരിഹരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമ്മിൽ ചൊവ്വാഴ്ച ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടായി. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആക്കുന്നതിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു ധാരണയായി. മറുവശത്ത് ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയി നിയമിക്കും. സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയില്ല എങ്കിൽ സുപ്രീം കോടതി നേരിട്ട് വൈസ് ചാൻസലർ നിയമനം നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഗവർണറുടെ വസതിയിലേക്ക് പാഞ്ഞെത്തിയത്. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും VC നിയമനം അനിശ്ചിതമായി നീണ്ടുപോകുന്ന കാലഘട്ടം. തർക്കം മൂത്ത് ഒടുവിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സർക്കാർ. സർക്കാരും ഗവർണറും തമ്മിൽ ഒരു സമവായത്തിലെത്തണം. ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ കുറേ കാലമായി സിസ തോമസിനെ ഒരു കാരണവശാലും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു പിണറായിയും സർക്കാരും CPM-ഉം കൈക്കൊണ്ടുപോകുന്നത്. മറുവശത്ത് സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടുമെടുത്തു. ഒടുവിൽ സജി ഗോപിനാഥിനെ നിയമിക്കാം, പകരം സിസ തോമസിനെ നിയമിക്കണമെന്ന കാര്യത്തിൽ ശാഠ്യം പിടിച്ചു ഗവർണർ. സർക്കാരിന് അനഭിമതയായ ഒരു വൈസ് ചാൻസലറെ എങ്ങനെ നിയോഗിക്കുമെന്നായിരുന്നു പിണറായി ആദ്യം ചോദിച്ചത്. എന്നാൽ അവസാന നിമിഷം ഗവർണർക്ക് മുന്നിൽ തോൽക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ സജി ഗോപിനാഥിനെ ആ സർവകലാശാലയിൽ നിയോഗിച്ചാൽ വരുന്ന അപകടത്തെക്കുറിച്ച് ഗവർണർ ഓർമ്മപ്പെടുത്തിയത്. സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് AGയുടെ അന്വേഷണം നടക്കുന്നതിന്റെ വെളിച്ചത്തിൽ സജി ഗോപിനാഥിനെ എങ്ങനെയെടുക്കുമെന്നാണ് ഗവർണർ ചോദിച്ചത്. 2022 കാലഘട്ടം. അന്ന് വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്കുനേർ പോര്. സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ എതിർപ്പ് അവഗണിച്ച് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ ഗവർണർ നിയോഗിക്കുന്നു. 2022 നവംബറിലാണ് SFIയുടെയും മറ്റ് അധ്യാപക സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധത്തിനിടയിൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ആയി സിസ തോമസ് ചാർജ് എടുത്തത്. അന്ന് ചുമതല ഏറ്റെടുക്കാനുള്ള രജിസ്റ്റർ പോലും VCക്ക് കൈമാറാൻ രജിസ്ട്രാർ തയ്യാറായില്ല. ഒടുവിലൊരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വൈസ് ചാൻസലർ ചുമതലയേൽക്കുന്നു ഡോക്ടർ സിസ തോമസ്. എതിർപ്പുകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ SFI ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ അവർ ഗൗനിച്ചതേയില്ല. സിസ തോമസ് ചാർജ് എടുക്കുന്ന അതേ ദിവസം രജിസ്ട്രാർ മുങ്ങി. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നു. ഒടുവിലൊരു കടലാസിൽ ജോയിനിങ് റിക്വസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സാങ്കേതിക സർവകലാശാലയുടെ ചുമതല സിസ തോമസ് ഏറ്റെടുത്തു. സർക്കാർ നിർദ്ദേശിച്ച പേരുകൾ രാജ്ഭവൻ തള്ളിക്കളഞ്ഞതിനെ തുടർന്നാണ് ഡോക്ടർ സിസ തോമസിന് അന്ന് താൽക്കാലിക ചുമതല നൽകിയത്. നിലവിൽ വഹിക്കുന്ന സീനിയർ ജോയിന്റ് ഡയറക്ടർ പദവിക്കൊപ്പം VCയുടെ അധിക ചുമതല. ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. സിസ തോമസിനോട് ഇത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത് എന്ന നിർദ്ദേശം സർക്കാർ നൽകുന്നു. എന്നാൽ സർക്കാരിനെ എയറിലാക്കി ഒരു പെൺപുലിയായി മാറി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ്. ഒരു വശത്ത് ജീവനക്കാരുടെ നിസ്സഹകരണം, മറുവശത്ത് ശക്തമായ പോലീസ് സംരക്ഷണമൊരുക്കാൻ രാജ്ഭവന്റെ നിർദ്ദേശം. പിന്നീട് ഡോക്ടർ സിസ തോമസ് വാർത്തകളിൽ നിറഞ്ഞു നിന്നു. രാജ്ഭവന് ഏറ്റവും താൽപ്പര്യമുള്ള വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക്. ഇതിനിടയിൽ പലവട്ടം സിസ തോമസിന് മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ലഭിച്ചു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഉയർത്തപ്പെട്ടതോടെ സർക്കാർ ആകെ വിരണ്ടു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തെത്തിയ ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കുന്നതിനായി വിചിത്ര നടപടികളാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്. സ്ഥിരം VC നിയമനത്തിനുള്ള സർവകലാശാല നിയമം ഭേദഗതി ചെയ്യാൻ വരെ അന്ന് സർക്കാർ തയ്യാറായി. സിസയെ നീക്കാൻ 18 അടവും പയറ്റിയ സർക്കാർ. അതിനു മുൻപ് സാങ്കേതിക സർവകലാശാലയിൽ സിസയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ അടപടലം പാളിയിരുന്നു. അവിടെയും ഡോക്ടർ സിസ തോമസ് എന്ന സർക്കാരിനെതിരെ പൊരുതി നിന്നു. സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ എതിർപ്പുകൾ അവഗണിച്ച് ആദ്യം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുത്ത സിസ തോമസിനെ സർക്കാർ ഏറെ ക്രൂരമായി വേട്ടയാടി.
അങ്ങേയറ്റം മാനസിക സംഘർഷം അനുഭവിച്ചതിന് ശേഷമായിരുന്നു അവർ സ്ഥാനത്ത് നിന്നൊടുവിൽ വിരമിച്ചത്. എതിർപ്പുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് താൻ 5 മാസം മുൻപ് ആ ചുമതല ഏറ്റെടുത്തത് എന്ന് പിന്നീട് 2023 പടിയിറങ്ങുമ്പോൾ സിസ തോമസ് വ്യക്തമാക്കിയിരുന്നു. സിസയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി സർക്കാരിന് ലഭിച്ചില്ല. സ്വന്തം താൽപ്പര്യപ്രകാരം താൻ ഏറ്റെടുത്ത പദവിയായതുകൊണ്ട് എതിർപ്പുകൾ അതിജീവിച്ച് തന്നെയാണ് ഡോക്ടർ സിസ സാങ്കേതിക സർവകലാശാലയുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ എഫിഷ്യൻ്റായി ചെയ്തു തീർത്തത്. വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് അവരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചു. ഹൈക്കോടതിയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമൊക്കെ അവർക്ക് അനുകൂലമായി വിധി നൽകിയിട്ടും നിരവധി തവണ സർക്കാർ നോട്ടീസ്, ഒടുവിൽ കുറ്റാരോപണ മെമ്മോ, സർക്കാരിൽ നിന്ന് കൂടുതൽ ഉപദ്രവമുണ്ടാകാതിരിക്കാൻ ഒടുവിൽ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യത്തിലുമെത്തി. എല്ലാറ്റിനുമൊടുവിൽ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് അവർ പടിയിറങ്ങുമ്പോൾ യാത്രയയപ്പ് നൽകാൻ പോലും ആരും തയ്യാറായില്ല. ബാർട്ടൺ ഹില്ലിൽ ചടങ്ങ് നടത്താൻ സഹപ്രവർത്തകർ തയ്യാറായി എങ്കിലും ഡോക്ടർ സിസ വിലക്കി. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ മുന്നിലുണ്ടായാലും ഏറ്റെടുത്ത പദവി അത് ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുമെന്ന് സിസ തോമസിന്റെ പ്രഖ്യാപനം. അതിനു മുന്നിൽ തകർന്നടിയുകയായിരുന്നു പിണറായി വിജയന്റെയും സർക്കാരിന്റെയും പ്രതിരോധങ്ങൾ അത്രയും. പിന്നീട് 2025 കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. പഴയതൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല, സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നാണ് അന്ന് ഡോക്ടർ സിസ തോമസ് പറഞ്ഞത്. KTU എന്ന സ്ഥാപനമാണ് തനിക്ക് വലുത്. തനിക്കെതിരെ മിനിറ്റ്സ് മോഷ്ടിച്ചു എന്നുവരെ ആരോപണമുയർന്നിരുന്നു. മിനിറ്റ്സ് ഒന്നും താൻ എടുത്തോണ്ട് പോയിട്ടില്ല. സ്ഥിരം VCയെ ഉടൻ നിയമിക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സർവകലാശാല നിയമം ഉൾപ്പെടെ ഭേദഗതി ചെയ്ത് കരട് ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഒടുവിൽ സർക്കാരും ഗവർണറും തമ്മിൽ നേർക്കുനേർ പോര്. ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കിയുള്ള ഒരു നീക്കങ്ങൾക്ക് ഗവർണർ അനുമതി നൽകില്ല എന്ന തലത്തിലെത്തിയ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തലത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ നേരിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ക്രിസ്മസ് വിരുന്നിന് ഗവർണറെ ക്ഷണിക്കാൻ എന്ന പേരിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ഭവനിലെത്തിയത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലറായി ആരെ നിയമിക്കണമെന്ന് ഗവർണറും സംസ്ഥാന സർക്കാരുമായി ധാരണയാകാത്ത സാഹചര്യത്തിൽ ആ ചുമതല സുപ്രീം കോടതി ഏറ്റെടുത്തത് പിണറായിയിൽ കൂടുതൽ പരിഭ്രമമുണ്ടാക്കി. ഇരു സർവകലാശാലകളിലേക്കും ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ജസ്റ്റിസ് സുധാംശു ധൂലിയ സമിതിയോട് VC സ്ഥാനത്തേക്കുള്ള പേരുകൾ മുൻഗണനാക്രമത്തിൽ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് സുധാംശു ധാലിയയോട് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ KB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ഈ മാസം 17-ാം തീയതിക്കകം രഹസ്യരേഖയായി അത് നൽകണം. കേസ് ഇനി പരിഗണിക്കുന്ന 18-ന് കോടതി തീരുമാനം പ്രഖ്യാപിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഇതോടെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിൽ കൂടിക്കാഴ്ച നടത്തിയത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കുന്നു. നിയമമന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും VC വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാങ്കേതിക സർവകലാശാലയിലേക്ക് നേരത്തെ ഗവർണർ നിശ്ചയിച്ച പേര് ഡോക്ടർ സിസ തോമസിന്റെ. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ഗവർണർ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഡോക്ടർ സിസയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുലയും സർക്കാർ അംഗീകരിക്കില്ല എന്ന നിലപാടായിരുന്നു മന്ത്രിമാർ ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഡോക്ടർ സിസ തോമസിനെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെയും അറിയിച്ചു. ഇതോടെ ഒത്തുതീർപ്പ് പൊളിയുമോ എന്ന സംശയം ഉയർന്നു. മുൻപ് കേരള സർവകലാശാലയിൽ താൽക്കാലിക VC സ്ഥാനത്തേക്ക് ഗവർണർ ഡോക്ടർ സിസ തോമസിനെ നിയോഗിച്ചിരുന്നു. സർക്കാരും ഗവർണറുമായി അന്ന് കേരള സർവകലാശാലയുടെ പേരിൽ വലിയ പോര് നടക്കുന്ന കാലഘട്ടം. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലായിരുന്നു ഡോക്ടർ സിസ തോമസിന് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതല നൽകിയത്. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അവധിയെടുത്ത സാഹചര്യത്തിൽ അന്ന് രജിസ്ട്രാർക്കെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്ത് നിലകൊണ്ടു ഡോക്ടർ സിസ തോമസ്. സർക്കാരെന്ന് വെള്ളം കുടിച്ചത് ചില്ലറയല്ല. എല്ലാറ്റിനും ഒടുവിലിത് വളരെ കർക്കശമായ നിലപാടെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാന നിമിഷം ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങി. അങ്ങനെ ഗവർണർ ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആക്കുന്നതിൽ പൂർണ്ണ വിജയത്തിലെത്തി. സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കീഴടങ്ങലാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ തോൽവി പിണറായിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നുവെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.